Hi, small towns and the river. കുഞ്ഞു ടൗണുകളും പുഴയും. A poem by Mamang Dai. Friends, this is the first lesson in A05, readings on Indian literatures. Well, here is a brief intro. Mamang Dai is a poet, novelist and journalist from Pasighat, Arunachal Pradesh. അരുണാചൽ പ്രദേശിലെ പാസിഘട്ട് എന്ന പ്രസിദ്ധമായിട്ട് സ്ഥലത്ത് നിന്നുള്ള ഒരു കവിയും നോവലിസ്റ്റും ജേർണലിസ്റ്റുമാണ് നമ്മുടെ പ്രിയങ്കരിയായ മാമങ് ദായ്. ഗേറ്റ് വേ ഓഫ് അരുണാചൽ പ്രദേശ് എന്നറിയപ്പെടുന്ന പാസിഘട്ട് ഹിമാലയൻ പർവ്വതനിരകളുടെ കിഴക്കൻ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സ്നേഹികളുടെ പറുദീസയാണ് ഈ പാസിഘട്ട്. അവിടത്തുകാരിയാണ് നമ്മുടെ മാമങ് ദായ്. She was born into the Adi tribe, which is one of the most populous groups of indigenous peoples in Arunachal Pradesh. അരുണാചൽ പ്രദേശിലെ പ്രബലമായ ആദിവാസി ഗോത്രമായ ആദി ഗോത്ര വംശജയാണ് നമ്മുടെ മാമങ് ദായ്. മാമങ് ദായ് received Sahitya Academy Award in 2017 for her novel The Black Hill. She was also awarded Padma Shri in 2011. The Black Hill എന്ന പ്രസിദ്ധമായിട്ടുള്ള അവരുടെ നോവലിന് 2017 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. 2011 പത്മശ്രീ പുരസ്കാരം നൽകി രാഷ്ട്രം നമ്മുടെ പ്രിയങ്കരിയായ കവയിത്രി മാമങ് ദൈയെ ആദരിക്കുകയുണ്ടായി. Well, this is a brief intro. Now take a look at the short answer questions. Here is question number 1. What does the poet mean by dreadful silence? Dreadful silence, അതായത് ഭീതിജനകമായ നിശബ്ദത എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. Now here is the answer. The silence is due to the death of someone. നമുക്കറിയാം നിശബ്ദത ആരുടെയോ മരണം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. The death is a dreadful reminder of the impermanent and mortal nature of human life. ക്ഷണികമായ മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള ഭീതിജനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം. This is what the poet means by dreadful silence. ഇതാണ് dreadful silence എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത്. Well, this is the answer. Now, short answer question number 2. The river has a soul. What does the poet mean by this expression? പുഴയ്ക്കുമുണ്ട് ഒരു ആത്മാവ്. എന്താണ് കവി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഇതാണ് ചോദ്യം. According to the poet, the river has a soul. It is a living being. കവിയുടെ അഭിപ്രായത്തിൽ പുഴയ്ക്ക് ഒരു ആത്മാവുണ്ട്. അത് ഒരു ജീവനുള്ള വസ്തുവാണ്. In summer, with very little water, it cuts through the land like a torrent of grief. വേനൽക്കാലത്ത് വെള്ളം തീരെ കുറവായിരിക്കുമ്പോൾ അണപൊട്ടി ഒഴുകുന്ന ദുഃഖം മാതിരി പുഴ നമ്മുടെ കരയ്ക്ക് കുറുകെ ഒഴുകും. Sometimes it seems to hold its breath to look for a land of fish and stars. ചില നേരങ്ങളിൽ മത്സ്യങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും വേണ്ടി ആ പുഴ ശ്വാസമടക്കി പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. The river knows that water is immortal. പുഴയ്ക്കറിയാം എന്ത്? ജലം അതൊരു നിത്യസത്യമാണ്. Well, this is the answer. Now, short answer question number 3. Why the dead are placed pointing west? പടിഞ്ഞാറ് ഭാഗത്തേക്ക് തല തിരിച്ച് മരിച്ചവരെ കിടത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് ചോദ്യം. Now, take a look at the answer. The dead are placed pointing west because when the soul rises, it will walk into the golden east, the house of the sun. കാരണം മരണശേഷം ആത്മാവ് വേർപെട്ട് ഉയർന്നു പൊങ്ങുമ്പോൾ അത് മെല്ലെ സൂര്യന്റെ സ്വന്തം വാസസ്ഥലമായ നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള കിഴക്കൻ ചക്രവാളത്തെ ലക്ഷ്യമാക്കി അത് മെല്ലെ നടന്നു നീങ്ങും. The poet means that the human soul is immortal. കവിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന് മരണമില്ല, അത് അനശ്വരമാണ്. Well, this is the answer. Now, short answer question number 4. Comment on the expression torrent of grief. അണപൊട്ടി ഒഴുകുന്ന ദുഃഖം. എന്താണ് ഈ പ്രയോഗത്തിന്റെ പ്രത്യേകത? ഇതാണ് ചോദ്യം. Now, the poet says that in summer the river cuts through the land like a torrent of grief. വേനലിൽ അണപൊട്ടി ഒഴുകുന്ന ദുഃഖം കണക്കെ പുഴ ഭൂമിക്ക് കുറുകെ ഒഴുകും. It is a metaphor that portrays the flow of the river as the outpouring of grief. ഒഴുകുന്നത് വെള്ളം അഥവാ വെള്ളം കണക്കെയുള്ള കണ്ണുനീർ ആണ്, അല്ലാതെ ദുഃഖമല്ല. ദുഃഖത്തിന്റെ ഫലമായുള്ള കണ്ണുനീർ.
ആ കണ്ണുനീരിനെ സൂചിപ്പിക്കാനായി ഗ്രീഫ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അലങ്കാരം മെറ്റഫർ. അതായത് അവൻ ഒരു പുലിയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അലങ്കാരം സിമിലി, എന്നാൽ അവൻ ഒരു പുലിയാണ് എന്ന് പറഞ്ഞാൽ മെറ്റഫർ. ഇതാണ് വ്യത്യാസം. Now, short answer question number 5. Do you think the poem ends with an optimistic note? If yes, give reasons. ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണോ ഈ കവിത അവസാനിക്കുന്നത്? ആണെങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. The poet says that in small towns by the river, they all want to walk with gods in eternal bliss. ഈ നദിക്കരയിലുള്ള കൊച്ചു പട്ടണങ്ങളിൽ അവിടത്തുകാർക്കെല്ലാം ദൈവങ്ങളോടൊപ്പം നടക്കണം, നല്ല സ്വർഗീയ സുഖത്തിൽ. Death also brings in hope for a better life after life. അങ്ങനെ മരണശേഷം ഒരു നല്ല മരണാനന്തര ജീവിതമെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസം, ശുഭാപ്തി വിശ്വാസം. The poem ends with an optimistic note. ഇക്കാരണത്താലാണ് കവിത അവസാനിക്കുന്നത് ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയാണ് എന്ന് പറയുന്നത്. Now, short answer question number 6. Why do small towns grow with anxiety for the future? ചെറിയ പട്ടണങ്ങൾ ഭാവിയെ ഓർത്ത് ആശങ്കാകുലരാവാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. The small towns grow anxious about the future. It is anxiety about death that is sure to come to everyone in the near future. സമീപ ഭാവിയിൽ തന്നെ അവിടങ്ങളിലെ ഓരോരുത്തരെയും മരണം വന്ന് പിടികൂടും എന്നുള്ള ആശങ്കയാണ്. ഇതാണ് ഉത്തരം. Now, the last short answer question. Question number 7. Explain the expression sad wreath of tuberoses. Tuberoses പുഷ്പങ്ങൾ കൊണ്ട് തീർത്ത ദുഃഖമുള്ള റീത്ത്. ഇതിന്റെ അർത്ഥം ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. It is sadness associated with funeral. ദുഃഖം എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ആളുകൾക്കുണ്ടാകുന്ന വികാരമാണ്, അല്ലാതെ ദുഃഖം റീത്തിനല്ല. The sadness of the occasion is transferred to wreath. It is an example of the figure of speech transferred epithet. അപ്പോ ആളുകൾക്കുണ്ടാകുന്ന ദുഃഖം റീത്തിന് ട്രാൻസ്ഫർ ചെയ്തു കൊടുത്തു. അതാണ് സാഡ് റീത്ത്. ഇത് കവിതകളിൽ സാധാരണ പ്രയോഗിക്കുന്ന ഒരു അലങ്കാരമാണ്. ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയും. Well, friends, these are the short answer questions. Now, take a look at the paragraph questions. Here is paragraph question number 1. Comment on the elements of Pantheism in the poem. അതായത് ഈ കവിതയിൽ പാൻതീസം എന്ന വിശ്വാസത്തെ പറ്റി എന്താണ് പറയുന്നത്? ഇതാണ് ചോദ്യം. Now, take a look at the answer. Pantheism is a doctrine that identifies God with the universe. Pantheism, അതായത് theism എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസം, പാൻ എന്ന് പറഞ്ഞാൽ എല്ലായിടവും. ഉദാഹരണത്തിന് പാൻ ഇന്ത്യ, ഇന്ത്യയിൽ എല്ലായിടവും. അപ്പോ പാൻതീസം എന്ന് പറഞ്ഞാൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്നുള്ള വിശ്വാസമാണ്. ഇറ്റ് റിഗാർഡ്സ് യൂണിവേഴ്സ് ആസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ്. പാൻതീസ്റ്റുകളെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അവതാരമാണ്. The poet, like the people of her tribe, believes in the philosophy of Pantheism. നമ്മുടെ കവി മാമങ് ദായ് അവരുടെ ഗോത്രക്കാരായ മറ്റ് ആളുകളെ പോലെ തന്നെ ഈ വിശ്വാസക്കാരിയാണ്, ഒരു പാൻതീസ്റ്റ് ആണ്. To her, nature is alive with the spirits, a living presence. അവരെ സംബന്ധിച്ച് പ്രകൃതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യമാണ്. Mountains, rivers and trees are worshipped. അവർ എല്ലാറ്റിനെയും ആരാധിക്കും. പർവ്വതങ്ങൾ, പുഴകൾ, മരങ്ങൾ, അങ്ങനെ പ്രകൃതിയിലെ എന്തിനേയും എല്ലാറ്റിനെയും. Dai says that the river has a soul. നമ്മുടെ കവി ദായി പറയുന്നു പുഴയ്ക്ക് ആത്മാവുണ്ടെന്ന്. In summer it cuts through the land like a torrent of grief. വേനൽക്കാലത്ത് കുത്തിയൊഴുകുന്ന ദുഃഖമായി പുഴ ഭൂമിക്ക് കുറുകെ ഒഴുകും. The poet says that sometimes the river seems to hold its breath to look for a land of fish and stars. ചില വേളകളിൽ പുഴ അത് ശ്വാസമടക്കി പിടിച്ച് നിൽക്കും. എന്തിന്? മത്സ്യങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ തിരഞ്ഞ്. The river knows that water is immortal. പുഴയ്ക്കറിയാം എന്ത്? ജലത്തിന് മരണമില്ലെന്ന്, അനശ്വരമാണെന്ന്. Mamang Dai says, in small towns by the river, we all want to walk with the gods. കവി പറയുന്നു പുഴയരികിലുള്ള കുഞ്ഞു കുഞ്ഞു ടൗണുകളിലുള്ള ആളുകൾക്ക് എല്ലായ്പ്പോഴും മോഹമുണ്ട്. എന്ത്? ദൈവങ്ങളോടൊപ്പം നടക്കാൻ. ഈ ആളുകളെ സംബന്ധിച്ച് എല്ലാം ദൈവമാണ്. അതാണല്ലോ പാൻതീസം. Well, friends, this is the answer. Now, paragraph question number 2.
discuss the literary devices used in the poem. ഈ കവിതയിലെ അലങ്കാര പ്രയോഗങ്ങളെ പറ്റി ഒരു ചെറു വിവരണം. ഇതാണ് ചോദ്യം. Now take a look at the answer. In the poem Small Towns and the River, Mamang Dai uses several literary devices. ഈ കവിതയിൽ മാമങ് ദായ് ധാരാളം അലങ്കാരങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. In the first stanza, hometown is personified. കവിതയുടെ തുടക്കത്തിൽ തന്നെ ഹോം ടൗൺ ഒരു മനുഷ്യനായി സങ്കല്പിച്ചിരിക്കുന്നു. അലങ്കാരം personification. Most of the lines are connected by the device called enjambment. ഈ കവിതയിലെ മിക്ക വരികളും സെന്റൻസുകൾ പല കഷണങ്ങളായി മുറിച്ച് ഓരോ വരികളിലായി അടുക്കി വച്ചിരിക്കുന്നതാണ്. ഇതാണ് enjambment. In the expression sad wreath of tuberoses, the poet uses the device called transferred epithet. Sad wreath of tuberoses എന്ന പ്രയോഗത്തിൽ transferred epithet എന്ന അലങ്കാരം. കാരണം സാഡ് ആയിട്ടുള്ളത് ആളുകളാണ്, അല്ലാതെ wreath അല്ല. The sadness of the occasion is transferred to the wreath. When the poet says the river cuts through the land like a torrent of grief, he uses a simile for comparison and a metaphor in the torrent of grief. Cuts through the land like a torrent of grief എന്ന പ്രയോഗത്തിൽ രണ്ട് അലങ്കാരങ്ങൾ കവി പ്രയോഗിച്ചിരിക്കുന്നു. ഒന്ന് ഉപമ, അതായത് സിമിലി, ലൈക്ക് എ ടോറന്റ് ഓഫ് ഗ്രീഫ്. രണ്ട് മെറ്റഫർ, ഒഴുകുന്നത് വെള്ളം അഥവാ വെള്ളം കണക്കെയുള്ള കണ്ണുനീർ ആണ്, അല്ലാതെ ദുഃഖമല്ല, ദുഃഖത്തിന്റെ ഫലമായുള്ള കണ്ണുനീർ. ആ കണ്ണുനീരിനെ സൂചിപ്പിക്കാനായി ഗ്രീഫ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അലങ്കാരം മെറ്റഫർ. ഇത് നമ്മൾ നേരത്തെ മുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് നാലാമത്തെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിൽ. ഇൻ ദി എക്സ്പ്രഷൻ mist on the mountain tops, there is alliteration in the repetition of the m sound, m. അതായത് mist on mountain tops. ഈ പ്രയോഗത്തിൽ m എന്ന കോൺസണന്റ് സൗണ്ടിന്റെ ആവർത്തനം, അത് alliteration എന്ന് പറഞ്ഞ അലങ്കാരം. The line the river has a soul is used as a refrain. അതുപോലെ തന്നെ the river has a soul എന്ന വരി ഒരു പല്ലവി പോലെ കവിതയിൽ ആവർത്തിച്ചിരിക്കുന്നു. Well friends, this is the answer. Now take a look at the last paragraph question. Comment on the mood of the poem that highlights the sadness and the stagnancy of the human world in contrast to the vigor and movement of the natural world. അതായത് മനുഷ്യാവസ്ഥയുടെ ദുഃഖവും നിശ്ചലതയും അതുപോലെ തന്നെ പ്രകൃതിയിൽ ജീവന്റെ തുടിപ്പും ചലനാത്മകതയും കവിതയിൽ പ്രതിഫലിക്കുന്ന ഈ വ്യത്യസ്ത ഭാവങ്ങളെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. Now take a look at the answer. Small Towns and the River by Mamang Dai presents a dusty and gloomy picture of small towns that remind her of death. Small Towns and the River എന്ന കവിതയിൽ മാമങ് ദായ് എന്ന നമ്മുടെ പ്രിയങ്കരിയായ കവി മരണത്തെപ്പറ്റി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കൊച്ചു പട്ടണങ്ങളുടെ ഒരു പൊടിപിടിച്ച ഇരുണ്ട ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. In small towns, each day brings in news of someone's death that makes people sad. ഈ കൊച്ചു പട്ടണങ്ങളിൽ നിന്നും മരണത്തെ പറ്റിയുള്ള വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ. Days are all about life and death. ദിവസങ്ങളെല്ലാം തന്നെ ജനി മരണങ്ങൾ നിറഞ്ഞതാണ്. In contrast, the poet also depicts the vigor of the river that flows by the towns. അതോടൊപ്പം ഈ പട്ടണങ്ങളുടെ ഓരത്തോട് ചേർന്ന് ആവേശത്തിലൊഴുകുന്ന പുഴകളുടെ ചിത്രങ്ങളും കവി വരച്ചു കാട്ടുന്നുണ്ട്. The river has a soul. പുഴയ്ക്ക് ഒരു ആത്മാവുണ്ട്. In summer, it cuts through the land like a torrent of grief. ഉഷ്ണകാലത്ത് ദുഃഖം അണപൊട്ടി ഒഴുകുന്ന മാതിരി ഈ പുഴ ഭൂമിക്ക് കുറെ ഒഴുകും. Sometimes the river seems to hold its breath to look for a land of fish and stars. ചിലപ്പോഴൊക്കെ മത്സ്യങ്ങളെയും നക്ഷത്രങ്ങളെയും കാത്ത് ആ പുഴ ശ്വാസം അടക്കി പിടിച്ച് അങ്ങനെ നിൽക്കും. In this way, the poem highlights the sadness and stagnancy of the human world in contrast to the vigor and movement of the natural world. ഈ രീതിയിലാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ മാതിരി മനുഷ്യാവസ്ഥയുടെ ദുഃഖവും നിശ്ചലതയും അതുപോലെ തന്നെ പ്രകൃതിയിലെ ജീവന്റെ തുടിപ്പും ചലനാത്മകതയും ഈ കവിതയിൽ വ്യത്യസ്ത ഭാവങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്. The mood changes from sadness to hope and optimism in the end. കവിതയുടെ തുടക്കത്തിൽ കാണുന്ന ശോകം കവിത അവസാനിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസമായി മാറുന്ന കാഴ്ച
വളരെ രസകരമാണ്. Well, friends, this is the end of the paragraph questions and this is the end of the video. Thank you very much for watching this video. I'll see you soon with another video. Until then, bye-bye.